നിങ്ങൾ ഒരു കാര്യം മറന്നു പോകരുത്. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കും. അതാണ് യോഹന്നാൻ 14:15. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. എഫാത്താ എഫാത്താ എഫാത്താ. ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 32-ാം തിരുവചനത്തിൽ യേശു വിളിച്ചു പറഞ്ഞു, ഈ ജനത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, അനുകമ്പയുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്, നമ്മുടെ കർത്താവായ യേശു. പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ഈ ജനത്തോട് അനുകമ്പ തോന്നുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പ്രഭാഷകന്റെ പുസ്തകം 34-ാം അധ്യായം അതിൻ്റെ 19-20 തിരുവചനം. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. ഹല്ലേലൂയ. തന്നെ സ്നേഹിക്കുന്നവരെ നമ്മുടെ ദൈവം കടാക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു അറിവ്, ദൈവത്തെ സ്നേഹിക്കാൻ മാത്രമുള്ള ഒരു അറിവിലേക്ക് ആ അറിവ് വളർന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ മണിക്കൂറുകളിലും എല്ലാ സമയങ്ങളിലും നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ചു കൊണ്ടിരിക്കും. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് ചില അർത്ഥങ്ങളുണ്ട്, അതിന് ചില ലക്ഷണങ്ങളുണ്ട്, അതിന് നിങ്ങളുടെ ജീവിതത്തിൽ ചില അടയാളങ്ങൾ പ്രത്യക്ഷമായി കൊണ്ടിരിക്കും, നിങ്ങളിൽ ആ സൽഗുണങ്ങൾ പ്രകടമായിക്കൊണ്ടിരിക്കും. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ്റേതായ വഴിയിൽ പിന്നെ അവൻ യാത്ര ചെയ്യുകയില്ല. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും ദൈവത്തിൽ ആശ്രയം വെക്കുകയും ചെയ്യുന്നവൻ എപ്പോഴും ദൈവ ഇഷ്ടം നിറവേറ്റുന്നവനായിരിക്കും. ഹല്ലേലൂയ. ചേർന്ന് പറ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു കാര്യം മറന്നു പോകരുത്. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കും. അതാണ് യോഹന്നാൻ 14:15. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കും. ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവകൽപ്പന പ്രമാണിക്കുകയും ദൈവകൽപ്പന കാക്കുകയും ചെയ്യുന്നവരിൽ ദൈവം തൻ്റെ നീതിയും ദൈവം തൻ്റെ പ്രവൃത്തിയും ദൈവം തൻ്റെ ശക്തിയും എല്ലാ നാളിലും ചെയ്തുകൊണ്ടിരിക്കും, അയച്ചുകൊണ്ടിരിക്കും, ഉപയോഗിച്ചു കൊണ്ടിരിക്കും. അവൻ കർത്താവിന് ഒരു സാക്ഷ്യമായി തീരും. എൻ്റെ ദൈവത്താൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടുവെന്ന് പട്ടണത്തിൽ അവനെക്കുറിച്ച് അവനെ നോക്കി അവനെ കൊണ്ട് പറയിപ്പിക്കാൻ ദൈവം അനുവദിക്കും. അവൻ കർത്താവിനൊരു സാക്ഷ്യമുള്ളവനായിരിക്കും. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നു ഒത്തിരി പേർ എന്നവർ പറയുന്നു, എന്നാൽ അവരുടെ ചെയ്തികളോ ദൈവിക നിയമത്തിൻ കീഴിലല്ല. അവരുടെ പ്രവൃത്തികളോ ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ചല്ല. ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തെ സ്നേഹിക്കുന്നവർ, അതാണ് ഈശോ ശക്തിയോടെ പറയാണ്, ദൈവത്തെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കും. ദൈവത്തെ സ്നേഹിക്കുവാൻ തുടങ്ങിയാൽ ഒരു നീതിബോധമുള്ള, വിശുദ്ധമുള്ള, പ്രാർത്ഥനയുള്ള, വചനമുള്ള, സാക്ഷ്യമുള്ള ഒരു ജീവിതത്തിൻ്റെ വ്യക്താവായി നീ നിന്നെ തന്നെ ക്രമപ്പെടുത്തി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ തുടങ്ങുമ്പോൾ കർത്താവ് നിന്റെ മേൽ ചില പ്രവർത്തികളിടും. കർത്താവ് നിന്റെ മേൽ ചില കാര്യങ്ങൾ ചെയ്യും. കർത്താവ് നിന്നെക്കുറിച്ച് ചില പദ്ധതികൾ ഒരുക്കും. നിന്നിലൂടെ ദൈവം തൻ്റെ പദ്ധതി ഈ ഭൂമിയിൽ നിറവേറ്റും. ദൈവം ചെയ്യേണ്ട കാര്യങ്ങൾ പലതും നിന്നെ ഏൽപ്പിക്കും. എന്നിട്ടോ നിന്നെ കൊണ്ടത് ദൈവം ചെയ്യിപ്പിക്കും. ഹല്ലേലൂയ പറഞ്ഞേ. എല്ലാവരും പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവം ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവം നിങ്ങളെ കൊണ്ടും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവരിലൂടെ ദൈവം ചെയ്യാൻ പോകുന്ന വലിയ വലിയ കാര്യങ്ങൾ, ചെറുതല്ല, വലിയ വലിയ കാര്യങ്ങൾ നമ്മളിൽ ദൈവം പ്രസാദിച്ച് ദൈവത്തിൻ്റെ മഹത്വം നമ്മളിലൂടെ ഈ ഭൂമിയിൽ പ്രദർശിപ്പിക്കുവാൻ, പരിചയപ്പെടുത്തുവാൻ, ഹല്ലേലൂയ, ദൈവത്തിന് എന്നും ഇഷ്ടമാണ്. അതാണ് തിരുവചനം പറയുന്ന പ്രഭാഷകൻ 34:19. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. അടുത്ത വചനം,
അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും അവൻ്റെ മേലാക്കി വെക്കും. കർത്താവിനെ സ്നേഹിക്കുന്നവരെ എല്ലാ കാലത്തും സംരക്ഷിക്കും. എത്രമാത്രം പ്രതിസന്ധികളിലൂടെ പോയാലും, ഏതെല്ലാം വെല്ലുവിളികളിലൂടെ നീ നടന്നു പോയാലും, ബൈബിൾ പറയുന്നു, കർത്താവിൻ്റെ ആത്മാവിൽ കർത്താവ് വെളിപ്പെടുത്തുകയാണ് ഈ സമയം, ഇതാ എന്നെ നിങ്ങൾ സ്നേഹിച്ചാൽ, നിങ്ങൾ എന്നെ സ്നേഹിച്ചാൽ ഏതവസരത്തിലും ശക്തമായ സംരക്ഷണം, ചെറിയ സംരക്ഷണമല്ല, ആ വചനം ഇങ്ങനെയാണ് പറയുന്നത്, അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങുമായിരിക്കും. ഹല്ലേലൂയ. താങ്ങ് ആർക്കാണ് ആവശ്യം? വീഴാൻ സാധ്യതയുള്ളവർക്കാണ് താങ്ങ് ആവശ്യം. എന്ന് പറഞ്ഞാൽ കർത്താവിനെ സ്നേഹിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും ദുഷ്ടാരൂപിയുടെ ആക്രമണത്താലോ പാപത്തിന്റെ സാഹചര്യത്താലോ ഏതെങ്കിലും പ്രശ്നത്തിന് അടിമത്തത്താലോ ഏതെങ്കിലും പ്രതിസന്ധികളിലോ ഒരുവൻ വീഴാൻ സാധ്യതയുണ്ടായാൽ അവൻ ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുന്നതിന്റെ പേരിൽ ദൈവം അവനെ താങ്ങി പിടിക്കും. ഹല്ലേലൂയ. വീഴാതെ ദൈവം അവനെ താങ്ങി പിടിക്കും. ഹല്ലേലൂയ. 1 യോഹന്നാന്റെ ലേഖനം അതിന്റെ 5-ാം അധ്യായം അതിന്റെ 18-ാം തിരുവചനം. 1 യോഹന്നാൻ 5:18. ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല, കാരണം ദൈവപുത്രൻ അവനെ സംരക്ഷിക്കുന്നു. ഹല്ലേലൂയ. ദൈവപുത്രൻ പാപ സാഹചര്യങ്ങളിൽ വീണുപോകാൻ സാധ്യതയുള്ള പാപമേഖലകളിൽ, വീണുപോകാൻ സാധ്യതയുള്ള ലോകമോഹങ്ങളിൽ അവൻ വീഴാൻ സാധ്യതയുണ്ടെന്ന് കണ്ടാൽ തന്നെ സ്നേഹിക്കുന്നവനായതുകൊണ്ട് തൻ്റെ ആത്മാവിലൂടെ ഇവനെ ദൈവം ഈ ഭൂമിയിൽ കൈകോർത്ത്, അല്ലെങ്കിൽ എന്താ പറയുക, ആത്മാവിൽ വീണ്ടും ജനിപ്പിച്ച് ഈ ഭൂമിയിൽ ആക്കി വെച്ചത് കൊണ്ട് അവന്റെ മേൽ ദൈവം എല്ലാ കാലത്തും എല്ലാ സാഹചര്യത്തിലും എല്ലാ അനുഭവത്തിലും അവനെ ദൈവം അത്യധികമായി സംരക്ഷിക്കും. ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞേ. എല്ലാവരും പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ. ഒരു ദൈവ സംരക്ഷണം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകട്ടെ. ഒരു ദൈവിക സംരക്ഷണം നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കുഞ്ഞുങ്ങളിലും അവരുടെ ഭാവി ജീവിതത്തിലും ഒരു ദൈവിക സംരക്ഷണം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ പറഞ്ഞേ. ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് വിളിച്ച് അവരുടെ ജീവിതത്തിലാണ് കർത്താവ് ഇത്തരത്തിലുള്ള മനോഹരമായ ഈ പ്രവൃത്തി ദൈവം ചെയ്യുക. ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുന്നവർ, ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവത്തിന് സാക്ഷ്യമുള്ള ഒരു ജീവിതം നയിക്കുന്നവർ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇവിടെ വചനം പറയാണ്, പ്രഭാഷകൻ 34:19 പറയാണ്, തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു, അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും, അടുത്തൊരു പദം കേട്ടോണം, ചൂട് കാറ്റിൽ അഭയ കേന്ദ്രവുമാക്കും. ദൈവം അവന് ചൂട് കാറ്റ് സമയത്ത് എന്ന് പറഞ്ഞാൽ അവന് സീസണിൽ, ഇതാ അവൻ്റെതായ നന്മയുടെ സീസണിൽ, ഇതാ അവൻ ആ സീസണിൽ ആ നന്മ അനുഭവിക്കാൻ പറ്റുന്നില്ല. അവന് എതിർപ്പുകൾ വരികയാണ്, അവന് പരാജയങ്ങൾ വരികയാണ്, തോൽവി വരികയാണ്. ദൈവം ഓരോ മക്കൾക്ക്, ഓരോ മനുഷ്യനും ഓരോ സീസൺ കൊടുത്തിട്ടുണ്ട്, ചിലത് അനുഭവിക്കാൻ, ചിലത് നേടിയെടുക്കാൻ. എന്നാൽ ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുന്നവർക്ക് ദൈവം അനുവദിക്കുന്ന സീസണിൽ, ദൈവം അനുഭവിക്കുന്ന നന്മയുടെ കാലത്ത്, നന്മയുടെ കാലം, ആ പദം മറക്കല്ല്, ദൈവം നൽകുന്ന നന്മയുടെ കാലം നീ അനുഭവിക്കും. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ എഫാത്ത മിനിസ്ട്രിയിലൂടെ, ഈ വചനം എൽറോയ് മിനിസ്ട്രിയിലൂടെ ഈ നിങ്ങൾ അനുഭവിക്കുന്ന ഈ വചന ശുശ്രൂഷയിൽ, എൻ്റെ പ്രിയമുള്ളവർ, ഒരു കാര്യം മറക്കരുത്, നിങ്ങളിൽ ദൈവം ഒരുക്കുന്ന സീസണുണ്ട്. ആ സീസണിൽ നിങ്ങളുടെ നന്മ നിങ്ങൾ തന്നെ അനുഭവിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ നന്മയും നിങ്ങളുടെ അധ്വാനവും നഷ്ടം വരികയില്ല, നഷ്ടപ്പെടാൻ ദൈവം അനുവദിക്കില്ല. ദൈവം നിങ്ങൾക്കൊരു അഭയകേന്ദ്രമായിരിക്കും. ഇതാ അവിടെ വചനം പറയാണ്, ചൂട് കാറ്റിൽ അഭയകേന്ദ്രമായിരിക്കും.
നിങ്ങളുടെ ജീവിതത്തെ ചൂടുപിടിപ്പിക്കുന്ന, പ്രശ്നങ്ങൾ കൊണ്ട് നിറച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ചൂടുപിടിപ്പിക്കുന്ന ചില സമയങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ, ചില സംഭവങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ, ചില ജീവിത നാളുകളിൽ കർത്താവ് ചൂടില്ലാത്തൊരു സ്ഥലത്തേക്ക് നിന്നെ കർത്താവിൻ്റെ അഭയകേന്ദ്രത്തിലേക്ക് മാറ്റും. അവിടെ നിന്ന് നീ അനുഭവിക്കുന്ന ആ നിന്നോട് എതിർക്കുന്ന ചൂട് കാറ്റിൽ നിന്ന്, അല്ലെങ്കിൽ നിന്നെ വിഴുങ്ങിക്കളയുമെന്ന് വിചാരിക്കുന്ന ആ പ്രശ്നങ്ങളിൽ നിന്ന് കർത്താവ് തൻ്റെ അഭയകേന്ദ്രത്തിലേക്ക്, അഭയ സ്ഥലത്തേക്ക് നിന്നെ മാറ്റി പാർപ്പിക്കും. അഥവാ നിന്റെ മുമ്പിലുള്ള പ്രതിസന്ധിയിൽ നിന്ന് കർത്താവ് നിന്നെ മാറ്റുകയോ, അല്ലെങ്കിൽ കർത്താവ് നിന്റെ മുമ്പിലുള്ള പ്രതിസന്ധിയെ മാറ്റി നിന്നെ അഭയകേന്ദ്രം എന്ന പോലെ സംരക്ഷിക്കും. ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഓ എന്റെ തകർച്ചയുടെ നാളിൽ, എന്റെ പരാജയങ്ങളുടെ നാളിൽ നീ എനിക്കൊരു അഭയകേന്ദ്രമാകണമേ. എന്റെ പ്രതിസന്ധികളിൽ നീ എനിക്കൊരു അഭയകേന്ദ്രമാകണമേ. എന്റെ പ്രശ്നങ്ങളിൽ നീ എനിക്കൊരു അഭയകേന്ദ്രമാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബത്തിൽ നിന്ന് പ്രതിസന്ധികൾ വരുമ്പോൾ, ജീവിത പങ്കാളിയിൽ നിന്ന് പ്രതിസന്ധികൾ വരുമ്പോൾ, വരുമാന മേഖലകളിൽ തകർച്ചകൾ സംഭവിക്കുമ്പോൾ, സാമ്പത്തിക പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ, ദാമ്പത്തിക ജീവിതത്തിൽ വിള്ളലുകൾ ഉണ്ടാകുമ്പോൾ, നീ എനിക്ക് ഒരു അഭയകേന്ദ്രമാകണമേ. എന്റെ വിശ്വാസം ചോർന്നു പോകുമ്പോൾ, പാപസാഹചര്യങ്ങൾ വീണു പോകുമ്പോൾ, നീ എനിക്കൊരു അഭയകേന്ദ്രമാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, അടുത്ത തിരുവചനം കേട്ടോണം. അടുത്ത വചനം പറയാണ്, പൊരിവെയിലിൽ തണലും. കർത്താവ് പറയാണ്, പ്രഭാഷകൻ 34:19 പറയാണ്, കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് കർത്താവ് നൽകുന്ന വാഗ്ദത്ത വചനമാണ്, വാഗ്ദാനങ്ങളാണ്, നിരവധിയായ വാഗ്ദാനങ്ങൾ, ഒന്നൊന്നല്ല. ഹല്ലേലൂയ. ഇതാ കർത്താവ് പറയുന്നു, പൊരിവെയിലിൽ തണലേകും. എൻ്റെ പ്രിയമുള്ളവരെ, പൊരിവെയിൽ അഥവാ മധ്യാഹ്നത്തിലെ വെയിൽ, ഉച്ചയുടെ ആ വെയിൽ, ആ ഉച്ചവെയിലിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. ഏത് വസ്തുവിനെയും ചുട്ട് പൊരിച്ചു കളയുന്ന, കത്തിച്ചു കളയുന്ന, ഹല്ലേലൂയ, ആ തീയിൽ വെന്തു പോകുന്ന, എൻ്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ചുട്ടുകളയുന്ന, വെന്തു പോകുന്ന, ഹല്ലേലൂയ, ചിലതെല്ലാം വെന്തു പോവുകയാണ്. ചില ജീവിതങ്ങളിൽ ഇതുപോലെ സൂര്യന്റെ ചൂട് മൂലം വെന്തു പോകുന്നത് പോലെ ചില ജീവിതങ്ങൾ ഇങ്ങനെ വെന്ത് നീറിപ്പോകുക, പരവേശപ്പെട്ട് നടക്കുക, ദാഹിച്ച് വരണ്ടുണങ്ങി പോവുക. ഹല്ലേലൂയ. ജലാംശം നഷ്ടപ്പെടുക. കാരണം കൊടിയ ചൂടാ ജീവിതത്തിൽ, കൊടിയ ചൂടുകൾ ഒന്നിന് പുറകെ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുന്നു. ഒന്നിന് പുറകെ ഒന്ന് വന്നാൽ അടുത്തത് വന്നാൽ പിന്നൊന്ന്. എൻ്റെ ജീവിതം തകർന്നു എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കൂട്ടായ്മയിൽ നിന്നായിരിക്കുന്നവരെ, ഈ വചനം ശ്രവിക്കുന്നവരെ, നിങ്ങളോടൊരു കാര്യം പറയാം. ഇതാ നിന്റെ മധ്യാഹ്നത്തിലെ ഈ പൊരുവെയിലിൽ നിന്റെ ദൈവം നിനക്ക് തണലായിരിക്കും. ഹല്ലേലൂയ. വല്ലാതെ വേർപ്പ് മുട്ടി ഈ ഉച്ച സൂര്യന്റെ കീഴിൽ ആയിരിക്കുന്ന നമ്മൾ പലരും ഒരു തണലിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദം പോലെ, ഒരു സമാധാനം പോലെ, ഒരു ആശ്വാസം പോലെ ജീവിതത്തിൽ ഇതാ എല്ലാ ഏരിയയും വെന്ത് നീറുന്നൊരവസ്ഥയാണോ? ഹലോ സുഹൃത്തേ, ഹലോ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ജനമേ, നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരാകട്ടെ, ഏത് സഭയിൽപ്പെട്ടവരാകട്ടെ, ഏത് ആശയത്തിന് കീഴിലാകട്ടെ, നിങ്ങളോടൊരു നല്ല ഒരു സന്തോഷം വാക്ക് പറയാണ്, ഒരു സന്തോഷ വാക്ക് അറിയിക്കുകയാണ്. നിങ്ങളുടെ ജീവിതം ഈ മധ്യാഹ്നത്തിലെ ചൂടുപോലെ, ഈ പൊരിവെയിൽ പോലുള്ള അനുഭവമാണോ? നിങ്ങളുടെ ജീവിതം ചുട്ടുപൊള്ളുന്ന അനുഭവമാണോ? ഇനി പ്രതിസന്ധികളാണ്, ഇനി എനിക്ക് മുമ്പിൽ ഒന്നുമില്ല സാധ്യത, ഇനി എനിക്ക് മരണമാണ്, അല്ലാതെ ഒന്നുമില്ല, മുമ്പിലെല്ലാം പ്രതിസന്ധികളാ, എന്തു ചെയ്താലും പ്രശ്നങ്ങളാ എന്ന് പറഞ്ഞ് ചുട്ടുപൊള്ളുന്ന ഒരു അനുഭവമാണ് നിങ്ങളുടെ ജീവിതത്തിൽ. മറന്നു പോകലേ. യേശുവേ എന്ന് വിളിച്ചോ. കർത്താവ് നൽകുന്ന കർത്താവിന്റെ പ്രവൃത്തി, ആ നീതിയുടെ ദൈവം നീതിയായി നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും.
ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും ചൂടുകാറ്റിൽ അഭയകേന്ദ്രവും പൊരിവെയിലിൽ തണലുമേകുന്നു. അടുത്ത തിരുവചനം കേട്ടോണം. ഇടറാതിരിക്കാൻ സംരക്ഷണം നൽകുന്നു. ഹല്ലേലൂയ. വിശ്വാസത്തിൽ ഇടറിപ്പോകാതിരിക്കാൻ, ദാമ്പത്തിക ബന്ധത്തിൽ ഇടറിപ്പോകാതിരിക്കാൻ, ദൈവം ഏൽപ്പിച്ച നല്ല ശുശ്രൂഷ ജീവിതത്തിൽ ഇടറിപ്പോകാതിരിക്കാൻ, ഭൗതികതകളെ കണ്ട് മനുഷ്യന്റെ മാനം തേടി സാമ്പത്തിക ലാഭത്തിന് വേണ്ടി സുവിശേഷത്തെ വളച്ചൊടിക്കുന്ന സമ്പത്തിന് വേണ്ടി മാത്രം സുവിശേഷ വേലയിലായിരിക്കുന്നവരെ കർത്താവിന്റെ വചനം പറയുന്നു, വീഴാതിരിക്കാൻ, ഹല്ലേലൂയ, ഇടറാതിരിക്കാൻ നിന്നെ ദൈവം സംരക്ഷിക്കും. ഈ ലോകത്തിന്റെ മായാമോഹങ്ങളിൽ കുടുങ്ങി ധനലാഭത്തിന് വേണ്ടി സുവിശേഷ വേല ചെയ്യുക, ധനലാഭത്തിന് വേണ്ടി, സമ്പത്തിന് വേണ്ടി, ലോകത്തിന്റെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, വലിയ വലിയ മാളികൾ കെട്ടിപ്പടുത്താൻ വേണ്ടി, ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി സുവിശേഷത്തെ വളച്ചൊടിക്കുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇടറിപ്പോയി, നിങ്ങൾക്ക് വഴിതെറ്റിയിരിക്കുകയാണ്. നീ ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് ഇടറിപ്പോയി, സമ്പത്തിന്റെ മേഖലകളിലേക്ക് ഇടറിപ്പോയി, സ്ഥാനമാനങ്ങളിലേക്ക്, മനുഷ്യപ്രീതിയിലേക്ക്, എന്തോ വലിയൊരു ശുശ്രൂഷകനാണെന്നൊക്കെ വിചാരിച്ച് നിന്റെ ജീവിതം ഇടറി മാറിയോ, തെന്നി മാറിയോ? നിന്റെ ചലനങ്ങൾ, നിന്റെ യാത്രകൾ, നിന്റെ വഴികൾ മറ്റൊരു പദത്തിലാണോ സഞ്ചരിക്കുന്നത്? മറ്റൊരു പാതയിലാണോ സഞ്ചരിക്കുന്നത്? തിരിഞ്ഞു വാ. കർത്താവ് പറയുന്നു, ഇന്ന് നിനക്ക് സംരക്ഷണം തന്ന് പരിശുദ്ധാത്മാവിൽ ശക്തീകരിച്ച് മടങ്ങി വരാൻ കർത്താവ് നിന്നോട് ആഹ്വാനം ചെയ്യുക, നിന്നെ അറിയിക്കുകയാണ്. ഈ സത്യദൂത്, ഈ പരിശുദ്ധാത്മാവിന്റെ ഇംഗിതം, ഈ പരിശുദ്ധാത്മാവിന്റെ വെളിപാട്, പരിശുദ്ധാത്മാവ് തന്റെ പ്രവചനാത്മാവിൽ നിന്നെ അറിയിക്കുകയാണ്. ഈ ലോകത്തിലെ ഒന്നിനും വേണ്ടി യേശുവിനെ നീ പ്രഘോഷിക്കരുത്. ഈ ലോകത്തിലെ എന്തെങ്കിലും വസ്തുവകൾക്കോ സ്ഥാനമാനങ്ങൾക്കോ വേണ്ടി നീ കർത്താവിന്റെ രാജ്യത്തെ പണിയരുത്. ഹല്ലേലൂയ. ആത്മാക്കളെ ലക്ഷ്യം വെച്ച്, ആത്മാക്കൾക്ക് വേണ്ടി രാവും പകലും ദൈവം നിന്നെ അഭിഷേകം ചെയ്താൽ അതിനു വേണ്ടി നീ അധ്വാനിക്കണം. ആത്മാക്കൾക്ക് വേണ്ടി ദൈവം നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകളിൽ ആത്മാക്കൾക്ക് വേണ്ടി നീ നിലയുറപ്പിക്കണം. ഒരു സമ്പത്ത് നിന്റെ ആവശ്യത്തിന് വന്നെങ്കിൽ അതൊന്നും തെറ്റല്ല, അത് ദൈവം അനുഗ്രഹിച്ച് തരുന്നതാ. എന്നാൽ സമ്പത്തിന് വേണ്ടി മാത്രം മനുഷ്യന്റെ ബന്ധങ്ങൾ തെറ്റല്ല. ദൈവം നിയോഗിച്ച മനുഷ്യബന്ധങ്ങളുണ്ട്, ദൈവം നിയോഗിക്കുന്ന നന്മകളുടെ വ്യക്തികളുണ്ട്, ദൈവം നിയോഗിച്ചാക്കുന്ന അനുഗ്രഹത്തിന്റെ വഴികളും ബന്ധങ്ങളും ഉണ്ട്, തെറ്റല്ല. എന്നാൽ അതിനുവേണ്ടി മാത്രമല്ല നിന്റെ ശുശ്രൂഷ ജീവിതത്തെ കർത്താവ് കാണുകയാണ്. നീ അതിൽ നിന്ന് മടങ്ങി വാ. ആരോട് ദൈവം ഇപ്പോൾ പറയുകയാണ്? മകനെ, മകളെ, ദൈവരാജ്യത്തെ മുൻകണ്ടുകൊണ്ട്, ദൈവരാജ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട്, ദൈവരാജ്യത്തിന് വേണ്ടി നിന്റെ ശുശ്രൂഷ ജീവിതത്തെ നീ താഴ്ത്തി സമർപ്പിക്കുക. എന്നിട്ടോ താഴ്ന്നിരിക്കുക, എളിമയോടിരിക്കുക. കർത്താവ് നിന്നെ അറിയിക്കുന്ന കാര്യം ദൈവം ഒരുക്കുന്ന ശുശ്രൂഷ വേദിയിൽ നീ അവതരിപ്പിക്കുക. കർത്താവ് നിന്നെ അയക്കുന്ന രാജ്യത്ത്, ദൈവരാജ്യത്തിന് വേണ്ടി നീ പോവുക. കർത്താവ് നിന്നെ അയക്കുന്ന കൂട്ടങ്ങളിൽ ദൈവരാജ്യത്തിന് വേണ്ടി നീ പ്രഘോഷിക്കുക, പ്രവചിക്കുക, സൗഖ്യമാക്കുക, പിശാചുക്കളെ ബഹിഷ്കരിക്കുക. ദൈവമഹത്വത്തെ അതിന്റെ പൂർണ്ണ രൂപത്തിലും പൂർണ്ണ അളവിലും ലോകത്തിന് നീ പരിചയപ്പെടുത്തി കൊടുക്കുക. ദൈവരാജ്യത്തിൽ ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടിയാകണം നിന്റെ സമർപ്പണമുള്ള, നിന്റെ വിശുദ്ധമുള്ള ഉന്നതമായ ഈ പദവി നീ അലങ്കരിച്ച് മുന്നോട്ട് പോകേണ്ടത്. ഹല്ലേലൂയ. ലക്ഷ്യം തെറ്റിപ്പോകരുത്. ഹല്ലേലൂയ. ഇടറാതിരിക്കാൻ കർത്താവ് ഇന്ന് നിനക്കും എനിക്കും സംരക്ഷണം തരികയാണ്. നിന്റെ ദാമ്പത്തിക ബന്ധത്തിൽ ഇടറിപ്പോകാതിരിക്കാൻ, മറ്റൊരു പുരുഷനെ കാണുമ്പോൾ, മറ്റൊരു സ്ത്രീയെ കാണുമ്പോൾ, നിന്റെ ഭാര്യയെക്കാൾ അധികമായി, ഭർത്താവിനേക്കാൾ അധികമായി ഇടറിപ്പോകുന്ന ഒരു മനസ്സിന്റെ ഉടമയിലേക്ക്, ഒരു മനസ്സിന്റെ അവസ്ഥകളിലേക്ക്, ഒരു മനസ്സിന്റെ ചാബല്യത്തിലേക്ക് നീ വീണ് പോകുന്നെങ്കിൽ കർത്താവ് നിന്നെ വിളിക്കുകയാണ്, കുഞ്ഞേ മടങ്ങി വാ.
ഞാൻ നിന്നെ പരിശുദ്ധാത്മാവിൽ സംരക്ഷിക്കാൻ, ഞാൻ നിന്നെ പരിശുദ്ധാത്മാവിൽ ബലപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇടറാതിരിക്കാൻ സംരക്ഷണവും. അടുത്ത വചനം കേട്ടോണം, പ്രഭാഷകൻ 34:19 അവസാന വചനം കേട്ടോണം. ഇടറാതിരിക്കാൻ സംരക്ഷണവും വീഴാതിരിക്കാൻ ഉറപ്പും നിനക്ക് ഞാൻ നൽകും. എൻ്റെ പ്രിയമുള്ളവര്, കർത്താവിൽ നിന്ന് ചിലത് പ്രാപിച്ചെടുക്കണം. വീഴാതിരിക്കാനുള്ള ഉറപ്പ്. ഹല്ലേലൂയ. ആ പദം നിങ്ങൾ മറന്നു പോകരുത്. വീഴാതിരിക്കാനുള്ള ഉറപ്പ്. എൻ്റെ പ്രിയമുള്ളവര്, സാധാരണ വീഴുന്നത് ആരാ? ഒന്ന്, കാലിടറുമ്പോൾ വീഴും. രണ്ട്, ബലം കുറഞ്ഞു പോയാൽ വീഴും. കാലിടറിപ്പോകുമ്പോൾ വീഴും. ഇതാ ബലം കുറഞ്ഞു പോകുമ്പോൾ വീഴും. ഹല്ലേലൂയ. ഒരു യാത്രക്കാരൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആ വ്യക്തി അറിയാതെ കാല് കല്ലിൽ തട്ടി വീഴാം. ആ വ്യക്തിക്ക് ശരീരത്തിന് ആരോഗ്യമില്ലെങ്കിൽ തളർന്നു വീഴാം. ഇതാ കാല് തട്ടി വീഴുക എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടെ അവൻ നടക്കാത്തത് കൊണ്ടാണ്, അവൻ ശ്രദ്ധാലുവായി അവൻ നടക്കാത്തത് കൊണ്ടാണ് കാല് തട്ടി വീഴുന്നത്. ഹല്ലേലൂയ. ഒരു ദൈവ മനുഷ്യൻ, ഒരു ദൈവത്തെ സ്നേഹിക്കുന്നവൻ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ഒരു കുടുംബജീവിതം നയിക്കുന്നവൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അവൻ നടക്കുന്ന വഴിയിൽ എന്തെങ്കിലും അപകടങ്ങളുണ്ടോ, എന്തെങ്കിലും തിന്മകളുണ്ടോ, എനിക്ക് വീഴാൻ സാധ്യതയുണ്ടോ, സുബോധത്തോടെ ജീവിച്ചോണം. അതാണ് തിരുവചനം പറയുന്നത്. നിങ്ങൾ നിദ്ര വിട്ടുണരേണ്ട മണിക്കൂറാണ്. ഈ അന്ത്യകാലത്തിന്റെ പ്രത്യേകത അതാണ്. നിദ്ര വിട്ടുണരണം, സുബോധമുണ്ടാകണം. എപ്പോഴും സുബോധത്തോടെ നടക്കണം. സുബോധത്തിൽ ശുശ്രൂഷകനായി നിലകൊള്ളണം. ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ച്, ഒരു ദൈവത്താൽ സ്നേഹിക്കുന്ന വിശ്വാസിയെ സംബന്ധിച്ച് അവൻ സുബോധമുള്ളവനായി ഈ ഭൂമി ജീവിക്കണം. എങ്ങനെയും ജീവിച്ച പോരാ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവര്, രണ്ടാമത്തെ ഒരു കൂട്ടം ആളുകളെ കുറിച്ച് പറയുകയാണ്. അവൻ ഉറപ്പില്ലാത്തത് കൊണ്ട് വീഴുക എന്ന് പറഞ്ഞാൽ അവന് ബലമില്ല, അവന് ബലമില്ല. എൻ്റെ പ്രിയമുള്ളവര്, ഈ ബലം നമ്മുടെ ഈ ഫിസിക്കൽ ബോഡിയിലുള്ള ഈ ഊർജത്തിന്റെ ബലമല്ല. ഈ ബലം പരിശുദ്ധാത്മാവിന്റെ ബലമാണ്. പരിശുദ്ധാത്മാവിന്റെ ബലമില്ലാതെ ശുശ്രൂഷ നിർവഹിക്കാൻ തുടങ്ങിയാൽ, പരിശുദ്ധാത്മാവിന്റെ ബലം അധികം പ്രാപിക്കാതെ ശുശ്രൂഷകനായി മുന്നോട്ട് പോയാൽ അവൻ വീഴാൻ സാധ്യതയുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ബലമില്ലാതെ ഒരു വിശ്വാസി തന്റെ വിശ്വാസ ജീവിതം കുടുംബത്തിലോ അല്ലെങ്കിൽ അവനായിരിക്കുന്ന ഇടങ്ങളിലോ അവൻ ആ വിശ്വാസത്തെ മുറുകെ പിടിച്ച് പോകണമെങ്കിൽ അവന് പരിശുദ്ധാത്മാവിന്റെ ബലം വേണം. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ഈശോ അപ്പോസ്തല പ്രവൃത്തി 1:8 പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവിന്റെ ബലം ആവോളം സംഭരിക്കുക. അനുദിന ജീവിതത്തിൽ ശുശ്രൂഷയുടെ വേളകളിലോ മാത്രമല്ല, എല്ലാ ദിവസങ്ങളിലും എല്ലാ മണിക്കൂറിലും ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ വ്യക്താവായി ദൈവത്താൽ നാം മാറുകയും ദൈവത്താൽ നിയോഗിക്കപ്പെടുകയും ആ ഒരു തീഷ്ണതയും ആ ഒരു ദാഹവും നമ്മളിൽ ഉണ്ടെങ്കിൽ നിങ്ങളും ഞാനും ഒരിക്കലും വീണുപോകില്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ബൈബിൾ പഠിച്ച് ബൈബിൾ പ്രസംഗിക്കുന്നതല്ല സുവിശേഷ പ്രഘോഷണം. പരിശുദ്ധാത്മാവിൽ പഠിച്ച് പരിശുദ്ധാത്മാവിൽ ശക്തീകരിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുമ്പോൾ ആ യാത്രാവേളയിൽ ഈ യാത്രയുടെ ആ വഴിയുടെ ഇരുവശങ്ങളിലായി കണ്ടുമുട്ടുന്നവർക്ക് വേണ്ടി ദൈവം നിന്റെ വായിൽ ചിലത് ആക്കി വെച്ചത് പുറത്തെടുക്കുമ്പോൾ നീ അറിയാതെ നിന്നിൽ നിന്ന് പുറപ്പെടുന്നതാണ് ദൈവ ശുശ്രൂഷകൾ. നിനക്ക് ഏതോ ഒരു സ്റ്റേജ് കിട്ടിയോ, ഏതോ ഒരു ധ്യാനമന്ദിരം ഒരുക്കിയോ, ഏതോ ഒരു സ്ഥലമോ, ഏതോ ഒരു പ്ലാറ്റ്ഫോമോ, ഏതോ ഒരു വലിയ ഗ്രൂപ്പോ അല്ല ശുശ്രൂഷ. എന്നാൽ ദൈവം നിന്നെ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന നാളിൽ, ആ യാത്രയുടെ വേളയിൽ, ആ യാത്രയുടെ വഴിത്താരയിൽ ഇരുവശങ്ങളിലും ദൈവത്താൽ നിയോഗിക്കപ്പെട്ടാക്കി വെച്ചിരിക്കുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ താൻ സ്നേഹിക്കുന്ന തൻ്റെ നിത്യതയ്ക്ക് വേണ്ടി താൻ കണ്ടിരിക്കുന്ന ജനത്തെ കണ്ടുമുട്ടാൻ ദൈവത്തിന്റെ ആത്മാവ് അനുവദിക്കുമ്പോൾ അവരുടെ മുമ്പിൽ നിന്റെ ഹൃദയത്തിലും നിന്റെ നാവിലും ദൈവമാക്കി വെച്ചിരിക്കുന്ന വചനം പരിശുദ്ധാത്മാവ് പുറത്തെടുക്കുന്നതിന് പറയുന്ന പേരാ ദൈവ ശുശ്രൂഷ. ഹല്ലേലൂയ പറഞ്ഞേ,
അങ്ങനെയുള്ള ദൈവ ശുശ്രൂഷയിൽ ദൈവാത്മാവിന്റെ പ്രസാദവരത്താൽ ദൈവപ്രവൃത്തിയുടെ ഉന്നതി അവിടെ പ്രകടമായി വരും. അത്ഭുതങ്ങൾ പ്രകടമായി വരും, അതിശയങ്ങൾ പ്രകടമായി വരും. പൈശാചിക ലോകങ്ങൾ അവന്റെ അധികാരവും അവന്റെ പ്രവൃത്തികളെല്ലാം നാമാവിശേഷമായി തീരും, താറുമാറായിത്തീരും. അവന്റെ പൈശാചിക ലോകത്തിന് ശക്തി കെട്ടുപോകും. പൈശാചിക ലോകത്തിൽ നിന്ന് ദൈവജനം പുറത്തു വരും. അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരമുള്ള സർവീസുകൾ ദൈവം നിന്നെ ആ വഴിയിൽ യാത്രയിൽ ഏൽപ്പിച്ച് ഉപയോഗിച്ച് പഠിപ്പിച്ച് ശക്തീകരിച്ച് ഉപയോഗിക്കും. ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, ബൈബിളിലെ പരിജ്ഞാനമല്ല പരിശുദ്ധാത്മ മനുഷ്യന് ആവശ്യം, പരിശുദ്ധാത്മാവിന്റെ പരിജ്ഞാനമാണ്. പരിശുദ്ധാത്മാവിന്റെ പരിജ്ഞാനത്താൽ ദൈവവചനം പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കാൻ തുടങ്ങും. അപ്പോൾ ഈ വചനത്തിന് ആഴവും നീളവും ഉയരവും വീതി എല്ലാം വെളിപ്പെടാൻ തുടങ്ങും. പല ബഹുമുഖങ്ങൾ വെളിപ്പെടും. ഒരു വചനത്തിന് അനേകം മുഖങ്ങൾ വെളിപ്പെട്ടു വരും. ദൈവപ്രസാദത്താൽ ദൈവാത്മാവിന്റെ പ്രചോദനത്താൽ നീ വചനം വ്യാഖ്യാനിക്കപ്പെടാൻ തുടങ്ങിയാൽ ഇതിന് ബഹുമുഖങ്ങൾ വെളിപ്പെടും. അനേക വചനത്തിന്റെ ചുരുളുകൾ, രഹസ്യങ്ങൾ, പൊരുളുകൾ ദൈവം നിന്നിൽ നിന്ന് പുറത്തെടുക്കും. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇതാ പ്രഭാഷകൻ 34:19-20 വചനം പറയുന്നു. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്ന അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും ചൂട് കാറ്റിൽ അഭയ കേന്ദ്രവും പൊരിവെയിലിൽ തണലും ഇടറാതിരിക്കാൻ സംരക്ഷണവും വീഴാതിരിക്കാൻ ഉറപ്പും ആണ് നൽകുന്നത്. അവിടുന്ന് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. ഹല്ലേലൂയ. അതിന്റെ 20-ാം തിരുവചനത്തിൽ പറയുന്നു, ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു. ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ പരിശുദ്ധാത്മാവിനാൽ ദൈവസ്നേഹത്തിൽ നിറഞ്ഞ വ്യക്താക്കളായി ജീവിക്കുമ്പോൾ ഇതാ യോഹന്നാൻ 14:15 പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കും. നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമ്പോൾ ഞാൻ പിതാവിനോട് ചോദിക്കുകയും നിങ്ങൾക്കായി പരിശുദ്ധാത്മാവിനെ നൽകുകയും ചെയ്യും. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുന്നവർക്ക് ഒന്നാമത് പരിശുദ്ധാത്മാവിനെ നൽകി പരിശുദ്ധമായൊരാലയമാക്കി എന്നെയും നിന്നെയും മാറ്റും. രണ്ടാമത്തേതിലോ, നിന്റെ പ്രതിസന്ധികളുടെ നാളിൽ, നിന്റെ ചുട്ടുപൊള്ളുന്ന നാളിൽ, നിന്റെ ദാരിദ്ര്യ നാളിൽ കർത്താവ് നിനക്ക് അഭയമായിരിക്കും. നിന്നെ കർത്താവ് അനുഗ്രഹിച്ചുയർത്തും. നിന്റെ ആത്മാവിന് ജീവനേകും. നിന്റെ കണ്ണുകളിലെ അശുദ്ധികൾക്ക്, നിന്റെ കണ്ണുകളിലെ ആസക്തികൾക്ക്, നിന്റെ കണ്ണുകളിലെ ബലഹീനതകൾക്ക്, നിന്റെ കണ്ണുകളുടെ അടിമത്തത്തിന്റെ മേൽ കർത്താവ് പ്രകാശമയക്കും. എൻ്റെ പ്രിയമുള്ളവരെ, പിതാവേ, അങ്ങയുടെ പുത്രനായ ഈശോയുടെ നാമത്തിൽ അങ്ങയുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഇവരെല്ലാവരും പുതിയൊരു മനുഷ്യരായി തീരുവാൻ, ദൈവസ്നേഹമുള്ള മനുഷ്യരായി തീരുവാൻ, യേശുവേ, നിന്നെ സ്നേഹിച്ച് അങ്ങയുടെ പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്ന ഒരു നല്ല ജീവിതം, കുടുംബം, ഇവരുടെ അധ്വാന മേഖലകൾ, ഇവരുടെ കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങൾ, ഇവരുടെ ദാമ്പത്തിക ജീവിതങ്ങൾ, ഇവരുടെ വിശ്വാസ ജീവിതം, ഇവരുടെ ശുശ്രൂഷ പദവി നാൾക്കുനാൾ വർദ്ധിച്ചു വരാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജീവിതങ്ങളെല്ലാം, ഇവരുടെ കുടുംബങ്ങളെല്ലാം, ഇവരുടെ ഭാവി മേഖലകളിലെല്ലാം അനുഗ്രഹത്തിന് പാത്രമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ.